നിൻ്റെ ടൈം വെറുതെ കൊണ്ടുപോയി കളയണ്ട, ഇത് ബാറ്ററി മാറ്റാതെ ആ ഫോൺ റെഡി ആവില്ല എന്ന് പറഞ്ഞൊരു നോക്കിയൻ്റെ മൊബൈലാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. ഇത് ലോഗോയിൽ സ്റ്റക്കായിട്ട് ഇതേപോലെ നിൽക്കുന്ന, അതിൻ്റെ അപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെ ഒരു മൊബൈലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ബോർഡ് നമ്മൾ അയക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോർഡ് ഇതിൻ്റെ മുന്നേ ആരോ റിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, വേറൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമുക്കിത് എന്ത് ചെയ്യണം, എന്താണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലായി. ഒരു നോക്കിയ മൊബൈലിന്, ഈ കീപാഡ് നോക്കിയ മൊബൈലിന് ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് മിസ്സിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററിൻ്റെ സെൻറ്റർ പോയപ്പോൾ ഒരു ഗ്രൗണ്ട് മിസ്സിങ് ആണ്. ആ കണക്ഷൻ നമുക്ക് അവിടെ ചെയ്ത് കൊടുത്താലേ ഈ ഒരു പ്രശ്നം ഇവിടെ എന്ത് ചെയ്യുള്ളൂ, സോൾവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കണക്ഷൻ ഇടാലോ എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ബോർഡിന് വേറെ എന്തെങ്കിലും പ്രശ്നമോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് വെറുതെയാണ് ഈ ചെയ്യുന്നത്, അത് റെഡി ആവില്ല, അത് ബാറ്ററിൻ്റെ പ്രശ്നം തന്നെയാണ്, ബാറ്ററി മാറാതെ അത് റെഡി ആവില്ല എന്നൊക്കെ നമുക്ക് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ആയാലും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലല്ലേ, ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടില്ലെങ്കിൽ ബാറ്ററി എൻ്റെ വക ഞാൻ തന്നെ ഉണ്ട് കസ്റ്റമറിന് കൊടുത്തോളാം, അല്ലെങ്കിൽ ആ ബാറ്ററിൻ്റെ ഒരു പൈസ ഞാൻ തന്നെ ഉണ്ട് തരാം നിങ്ങൾക്ക് എന്നുള്ളൊരു വാശിയിൽ എന്ത് ചെയ്തു, ഇത് എനിക്ക് തന്നെ റെഡി ആക്കണം, ഇത് കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ കോൺഫിഡൻസിൽ തന്നെ എൻ്റെ വർക്ക് ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. എന്തായാലും എനിക്കൊരു 90% ഉറപ്പുണ്ടായിരുന്നു ഇതിമ തന്നെ റെഡി ആവും എന്നുള്ള. ഇത് ബാറ്ററി കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് ബാറ്ററി അല്ല എന്നുള്ള എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, ഇത് ബാറ്ററി അല്ല, ഇത് ബോർഡിൻ്റെ ഇങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. ആ ബോർഡിൻ്റെ ഇഷ്യൂ നമ്മൾ ഇതേപോലെ ജമ്പർ ചെയ്ത് കാണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോണൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ലോഗോയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കിലൊക്കെ ഇങ്ങനെ ആളുണ്ടായിരുന്നു, ഇത് ഓണായി വരുന്നുണ്ടോ, എന്തായി, ഇവൻ്റെ വാശിയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ചലഞ്ചൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്ന് അറിയാനും വേണ്ടി ഞാൻ നല്ലോണം വാചക കസരത്ത് നടത്തിയല്ലേ, ഇത് റെഡിയാക്കും, ഇതിമ തന്നെ ഞാൻ സെറ്റാക്കും എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഇത് ഓണായി വന്നു ഗൈസ്. അങ്ങനെ അവരാ വായ ഞാനെൻ്റെ അടപ്പിച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.